السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഇന്നാ ഹദൈനാഹു السبيل إما شاكرا وإما كفورا. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഇൻസാനിൽ പ്രസ്താവിക്കുന്നതായ കാര്യമാണ്, മനുഷ്യന് ഒന്നുകിൽ നന്ദിയുള്ളവനായി അതല്ലെങ്കിൽ നന്ദി കെട്ടവനായിട്ടായിരിക്കും അവൻ്റെ ജീവിതം അവൻ ജീവിച്ചു തീർക്കുന്നത്. ഒന്നുകിൽ ഒരു മനുഷ്യൻ പടച്ച റബ്ബിനോട് നന്ദിയുള്ളവനായിരിക്കും. അതാണ് ഇന്നാ ഹദൈനാഹു السبيل إما شاكرا وإما كفورا. ഒന്നുകിൽ അവൻ പടച്ച റബ്ബിനോട് നന്ദി കാണിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നവനായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വമാ കാന മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ഒരു ഉമ്മത്തായി പരിഗണിക്കപ്പെട്ട, അള്ളാഹുവിന് വിനീത വിധേയനായി കീഴ്പ്പെട്ട് ജീവിച്ച മഹത് വ്യക്തിത്വമാണ്. ഹനീഫൻ, വക്രതയില്ലാത്ത നേരായ ജീവിതം കാഴ്ചവെച്ച മഹാനായ പ്രവാചകനാണ്. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഷാകിറൻ ലിഅൻഉമിഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണങ്ങളിലൊന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഷാക്കിറായ മനുഷ്യനായിരുന്നു. ഷാക്കിറൻ ലിഅൻഉമി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു അപ്രകാരം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അല്ലാഹുവിൻ്റെ നേരായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നിടത്തും അനവധി പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്തും പ്രത്യേകമായി എടുത്തു പറയുന്നതായ കാര്യമാണ് ഷാക്കിർ അഥവാ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവൻ എന്നുള്ളതായ കാര്യം. വശുക്റു ഇബാദ, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. ശുക്ർ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ عن سليمان عليه السلام قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്കും നൽകിയിട്ടില്ലാത്ത അനേകം അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ആ അനുഗ്രഹങ്ങൾ തൻ്റെ മുന്നിൽ പക്ഷികളോടും മറ്റു മൃഗാദികളോടുമൊക്കെ സംസാരിക്കാനുള്ള കഴിവും കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തതും അങ്ങനെ തുടങ്ങി പ്രത്യേകമായി നൽകപ്പെട്ട കഴിവുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഫദ്ല് കൊണ്ട് മാത്രം എനിക്ക് ലഭിച്ചതാണ്. പക്ഷേ ആ ഫദ്ല് റബ്ബ് എനിക്ക് നൽകിയത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനല്ല, മറിച്ച് ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവനായ ഒരു മനുഷ്യൻ മാറിയാൽ സത്യത്തിൽ സ്വന്തത്തോട് തന്നെയാണ് ആ മനുഷ്യൻ നന്ദി കാണിക്കുന്നത്. വമൻ കഫർ, എന്നാൽ ആരാണോ നിഷേധിയായി പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തിരസ്കരിച്ച് നന്ദിയില്ലാത്തവനായി മാറുന്നത്, ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നന്ദിക്ക് ആവശ്യമില്ലാത്തവനാണ്, അല്ലാഹു അങ്ങേയറ്റം ധന്യനാണ് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. عن معاذ بن جبل رضي الله عنه أنه قال أخذ بيدي رسول الله صلى الله عليه وسلم وقال والله إني لأحبك يا معاذ والله إني لأحبك يا معاذ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണ് സത്യം മുആദേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഊസീക യാ മുആദ്, അല്ലയോ മുആദ്, ഞാൻ നിന്നോടൊരു വസിയത്ത് നൽകുന്നു. എനിക്കേറെ ഇഷ്ടമുള്ളവനാണ് നീ എന്നതുകൊണ്ട് ഞാൻ നിനക്ക് നൽകുന്നതായ വസിയത്താണ്. ഊസീക യാ മുആദ് ലാ തദഅന്ന ദുബുറ കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ اللهم أعني على ذكرك وشكرك وحسن عبادتك. അല്ലയോ മുആദ്, ഓരോ നമസ്കാരത്തിന്റെ ശേഷവും നീ പടച്ച റബ്ബിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ, എനിക്ക് നിന്റെ തൗഫീഖും സഹായവും ഉണ്ടാകണമേ. അലാ ദിക്രിക, നിന്നെ സ്മരിക്കുവാനും ഓർക്കുവാനും നിന്നെക്കുറിച്ച് ഓർക്കുന്ന ധന്യമായ പടച്ച റബ്ബിനെ സ്മരിക്കുന്ന നാവുണ്ടായിരിക്കാൻ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, അല്ലാഹുവേ നിന്നെ സ്മരിക്കുന്നതോടൊപ്പം നിനക്ക് നന്ദി കാണിക്കുന്ന, അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കുന്ന ഒരു നാവുണ്ടാകാൻ, ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നീ തൗഫീക്ക് നൽകണമേ. വഹുസ്നി ഇബാദത്തിക്, ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹുവേ നിനക്ക് ഇബാദത്തെടുക്കുവാനുള്ള തൗഫീക്കും നീ എനിക്ക് നൽകണമേ എന്നാണ്. ഈ പ്രാർത്ഥന എല്ലാ നമസ്കാര ശേഷവും പ്രാർത്ഥിക്കണമെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
വസിയത്ത് ചെയ്യുകയാണ്. അനിൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു أن النبي صلى الله عليه وسلم كان يقوم من الليل حتى انتفخت به قدماه. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ സുദീർഘമായി നിന്ന് നമസ്കരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നീര് വന്ന് ആ നീർക്കെട്ട് കാണുമാറ് രാത്രി നിന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഖീല ലഹു യാ റസൂലല്ലാഹ് അതകല്ലുഫു ഹാദാ വഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ فقال صلى الله عليه وسلم أفلا أكون عبدا شكورا أفلا أكون عبدا شكورا. അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കളുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കെ ഇത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ടതുണ്ടോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഫലാ അകൂന അബ്ദൻ ഷകൂറ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി തീരണ്ടേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുടനീളം പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അല്ലാഹുവിനെ സ്മരിച്ച് റബ്ബിനോട് നന്ദി കാണിക്കുന്നവരായി മാറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സ്മരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال لا تنظروا إلى من هو فوقكم ولكن انظروا إلى من هو أسفل منكم ذلك أجدر ألا تزدروا نعمة الله عليكم. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നിങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളിലേക്ക് നിങ്ങൾ നോക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ആളുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ആരോഗ്യത്തോടു കൂടി നടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് സന്ദർശിച്ചാൽ മതി. ഹോസ്പിറ്റലുകളിൽ രോഗികളൊക്കെ ആയിട്ട് കിടക്കുന്ന ആളുകളെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിങ്ങൾ തിരിച്ചറിയുകയും നന്ദിയുള്ളവരായി തീരുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോയ ആളുകളെ നിങ്ങൾ നോക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഖാല അല്ലാഹു അസ്സ വജൽ വഖലീലുൻ മിൻ ഇബാദിയ അശ്ശകൂർ. അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ മനുഷ്യരാശിയിൽ കുറച്ചാളുകൾ മാത്രമാണ് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി, വിധേയത്വമുള്ളവരായി, പടച്ച റബ്ബിനെ സ്മരിക്കുന്നവരായി ജീവിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن. آمين 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 برحمتك يا أرحم الراحمين. واقم الصلاة.